ഉമ്മട ടി വിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PTയിൽ ഇന്ന് പൊന്നോണം. വിവിധ വാദ്യാഘോഷങ്ങളോടുകൂടി ഇന്ന് PTയിൽ ഓണം അരങ്ങേറി. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് നമ്മുടെ കറസ്പോണ്ടൻറ്റ് രതീഷുമായി ബന്ധപ്പെടാം. രതീഷ് കേൾക്കാമോ? രതീഷ്, അവിടെ PTയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന PTയിലെ ഓണപരിപാടികളുടെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകൂ. റജിമാൻ കേൾക്കാം. ഇവിടെ PTയിൽ ഒരു പൂരം തന്നെയാണ് നടക്കുന്നത്. ഒരു കൊച്ചു കേരളം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാവേലി തമ്പുരാൻ നേരിട്ട് വന്ന് ദീപം കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നേരിട്ട് വന്ന് ഉദ്ഘാടനം അല്ലാണ്ട് പിന്നെ മാവേലി തമ്പുരാൻ വന്ന് റിമോട്ട്ലി ഉദ്ഘാടനം ചെയ്യും? ഇവനൊക്കെ ആരും മൈക്ക് കൊടുത്ത് റിപ്പോർട്ടിങ്ങിന് വിടണേ? രജിമോനെ മൈക്ക് ഓഫല്ലട്ടാ. പറയൂ രതീഷ്, പറയൂ. ഇനി എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോവാ. രതീഷ്, സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതിൽ ഖേദിക്കുന്നു. ഒരു ചെറിയ ഇടവേള. സാറേ, നമ്മുടെ പ്രോഗ്രാമിൽ ഞാൻ അറിഞ്ഞു. എടോ, അത് എന്തെങ്കിലും കാണിച്ചിട്ട് നിങ്ങളതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യേ. അല്ല സാറേ, ഇതിന് മുന്നേ അവൻ ലൈവ് ടെലികാസ്റ്റിൽ എത്രയോ തവണ എനിക്കിട്ട് തട്ടുത്തരം തന്നിരിക്കുന്നു. സാർ അന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇവിടെ ഈ പ്രസ്റ്റീജിലെ ആൾ കുറച്ചൊരു പോപ്പുലറാണ്. അപ്പം അത് അയാൾ വേണം നമുക്കിവിടെ. അപ്പം നീ ഇങ്ങോട്ട് വാ, നമുക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. നീ ഇങ്ങോട്ട് വായോ റജിമോനെ. ഇതിലിപ്പോൾ വലിയ എത്ര കടുംപിടുത്തം പിടിക്കണ വല്ല ആവശ്യമുണ്ടാ? എനിക്ക് ആവശ്യമുണ്ട്. എന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ ന്യൂസ് ചെയ്യാൻ വന്നത്. എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബലമുള്ളതുകൊണ്ട് അത് വിറ്റ് നിങ്ങൾക്ക് കാശാക്കണം. അല്ലാതെ ഞാൻ സ്റ്റാനിസ്ലോവിസ്കിയുടെ പുസ്തകം പഠിച്ചതുകൊണ്ടൊന്നല്ലല്ലോ. കോഴിക്ക് മുല വന്നു, മനസ്സിലായല്ലോ. ഇതൊക്കെ വിട്ടുകളയടാ, ഇതൊക്കെ സർവ്വസാധാരണയല്ലേ. അല്ലല്ല, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഞാനിപ്പം ചെയ്യുകയാണെങ്കിൽ, ഞാൻ സെറ്റിലെത്തിയാൽ പഴയ ഓർമ്മ വെച്ച് പഴയ പേര് വിളിക്കുക, അതൊന്നും നടക്കില്ല. എന്നെ എല്ലാവരും സാർ എന്ന് വിളിക്കണം. മനസ്സിലായല്ലോ. പിന്നെ ടവർ 17 മുതൽ ടവർ 1 വരെ, അല്ല, ടവർ 1 മുതൽ ടവർ 17 വരെ എൻ്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, അങ്ങനെ നിന്റെ തല. താൻ പറഞ്ഞ പോലെ ആൾ ഇത്തിരി ഒരു സാറ് അവനെ ഡ്രോപ്പ് ചെയ്യും. ഞാൻ പോവാൻ PTയിൽ റിപ്പോർട്ടിങ്ങിന്. അത് ശരിയാണ്, പക്ഷേ ഒരു മിനിറ്റ്, ഞാനേ നമ്മുടെ മലയാളി സമാജത്തെ മേഡായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അതെ മാഡം, ഒരു ന്യൂസ് ഉണ്ട് കേട്ടാ. അതിനല്ലേ തന്നെ ഏൽപ്പിച്ചത്? അല്ല, അതല്ല, വേറൊരു ന്യൂസ് ഉണ്ട് മാഡം. അതെ, നമ്മുടെ അടുത്ത റിപ്പോർട്ടർ ഉണ്ടല്ലോ, കുറച്ച് കാശ് ചെലവുള്ള ഒരു റിപ്പോർട്ടർ. അത് 50 ഫ്ലെക്സ് ഒക്കെയാ ചോദിക്കണേ. ബെസ്റ്റ്. ഇവിടെ ഒരു ഫ്ലെക്സ് വെക്കാൻ സ്പോൺസറിനെ കിട്ടണില്ല, അപ്പോഴാ 50. അവനങ്ങോട്ട് മാറ്റിക്കോ. ഓക്കെ മാഡം. ഓ, ഈ വാർത്ത അവൻ കേൾക്കുമ്പോൾ അവൻ്റെ ഒരു അവസ്ഥ. ഔ, ചിരി വരുന്നുണ്ടല്ലേ. വാ, നമുക്ക് അപ്പുറത്ത് പോയിരുന്ന് ചിരിക്കാം.
നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയലും ഭയങ്കര മനോഹരമായിരിക്കും. കുളിച്ചു വാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? ആ, നല്ലോണം കഴിച്ചോളാം കേട്ടോ. ഈടായി നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞു പോയി. തന്നെ? ആ, വല്ലാണ്ട് മെലിഞ്ഞു പോയി. ഞാനേ ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് പ്രസ്റ്റീജിൽ പോണ്ടേ? എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച മാനേജർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച മാനേജർ സമ്മതിക്കും. ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, പിടിയില് പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടിന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി. എന്തോ? എടാ പട്ടി. എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും. നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയാ പോലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. സാറേ, ഇവനെ ഒന്നും കൂടി ജോലിയിലേക്ക് എടുക്കണം. ഒന്നും കൂടിയാ? ഇതെന്തത്? നിങ്ങൾ തമ്മിലല്ലേ എന്തോ അടിയൊക്കെ ഉണ്ടായിട്ട് ഇതിപ്പോ ഒന്നും കൂടി എടുക്കണം എന്നായാ? ഇല്ല, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു പോയപ്പോ. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എൻ്റെ ബാലൻ. അവൻ്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങിത്തന്നു. അവൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അവനായിരുന്നു. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. Hi, beautiful people. I am the sorry, Aliya. I am the sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. Don't do. മാഷ? ഓ, രജിമോൻ, രതീഷ്, രതീഷ്, രജിമോൻ. ഓ, ഹാ. ഇതാ ഞാൻ പറഞ്ഞത്. ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ നോക്കും. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. വലിയൊരു ബുദ്ധിരാശ്വാസൻ. ജോലി പോകാതെ രക്ഷിച്ചതിന് നീ എന്റെ കാല് പിടിക്കണ്ട. അല്ല, കുഴപ്പമില്ല. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ടേ. അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന്. You scoundrels. താൻ എവിടേക്കായി നോക്കണേ? താന്റെ പൊട്ടം കളിക്കുക. ഞാൻ തന്നെ വിളിച്ചത്. എടോ, കോട്ടും സൂട്ടും ഇട്ട്
ഒരു വിറകോളിനും കടിച്ചു പിടിച്ച് നാരണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക കാറില് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ട് കാളെ, എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായ ഏത് പാവപ്പെട്ടവന് തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ? ആ തെറിയൊക്കെ ഞാനിപ്പൊ തന്നെ വിളിച്ചിരിക്കണു. എന്ത് അടിച്ച് നിന്റെ മൂന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാനിവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം. കുറച്ചു വേലക്കാരെ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചു കാണിക്കാം. നോക്കണോ പെട്ടേ? താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർക്കമ്പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്നു. അതേടാ, മൂർക്കമ്പാമ്പിനെ തന്നെയാ നീ പാല് കൊടുത്ത് വളർത്തിയത്. ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. നീ പോട. അത് വേണ്ട, മത്തങ്ങ തറിയ ധൈര്യം. നീ ഇങ്ങ് വട, പുറത്തേക്ക് ഇങ്ങ് വട. അത് ചെയ്യും. എവിടെ എന്ത് കാറ്? എനിക്ക് വിശക്കണു. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. വീട്ടിൽ വേലക്കാരില്ലായിരുന്നു വെച്ചോളമ്പി തരാൻ? ശവത്തി കുത്തരുത് ചെയ്യമാനെ. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, എന്ന് പറയാറുണ്ട്. എന്നത് തെറ്റാ? അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? ആ പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. മത്തങ്ങ തലയാന്ന് വിളിച്ചില്ലേ? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഇവളൊരുത്ത ഇതൊക്കെ വരുത്തി വെച്ചത്. ഇവിടുത്തെ തല്ലിപ്പുളി പണി കളഞ്ഞിട്ട് ഇവൾ എന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു. ഈ മൂദേവി നോക്ക് നോക്ക് മൂത്തോക്ക് നോക്ക്. ചിരിക്കണു.